ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു പിറന്നാൾ വ്ളോഗാണ് കേട്ടോ. തേജോട്ടിൻ്റെ പിറന്നാളാണ്. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടിയിട്ട് ഇന്ന് അമ്പലത്തിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങളെല്ലാവരും വായോ, നമുക്കൊന്ന് നമ്മൾ അമ്പലം നാടെല്ലാം കണ്ടെത്തി വരാം കേട്ടോ. ഏട്ടനും ഉണ്ട് നമ്മളെ കൂടെ തന്നെ. പിന്നെ ദേവു വന്നിട്ടില്ല, ദേവൂട്ടനെ കൂട്ടിയില്ല കേട്ടോ, എണീറ്റിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ അച്ഛനും മോനും കൂടിയിട്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കണ്ണൻ്റെ അമ്പലമുണ്ട്. അവിടെ പോയി രാവിലെ തന്നെ പായസമെല്ലാം കഴിപ്പിച്ചിട്ടാണ് വന്നത്. പിന്നെ നമ്മളിതാ വീട്ടിൻ്റെ അടുത്ത് നാട്ടിൽ തന്നെയുള്ള നാരോത്ത് മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് കേട്ടോ. അവിടെ വന്ന് തൊഴുത് ഇതാ അയ്യപ്പനെ തൊഴുന്നുണ്ട്, പ്രസാദമെല്ലാം വാങ്ങി. പിന്നെ ഇടയിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയം വന്നാലും നമുക്ക് എന്തെങ്കിലുമായിട്ട് പായസമോ കഞ്ഞിയോ അല്ലെങ്കിൽ ഉപ്മാവും ചായയോ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നിപ്പം പായസമാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ അമ്പലത്തിൻ്റെ ഭക്ഷണശാലയുടെ പണി നടക്കുന്നതുകൊണ്ട് വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മളിതാ തൊഴുത് ഇറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് നമ്മളെ പെരളശ്ശേരി അമ്പലം വരെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെയും തൊഴണം. എല്ലാവരും ഇവിടെ തന്നെ ഇവിടെയും ആയിട്ട് വരും കേട്ടോ. നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിലെ സീസണിലാകുമ്പം ഭയങ്കര ജനത്തിരക്കായിരിക്കും കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മളെ അമ്പല വിശേഷങ്ങൾ. മക്കളെ പിറന്നാളിന് നമ്മൾ കഴിയുന്നുണ്ടെങ്കിൽ എന്തായാലും വരാൻ ശ്രമിക്കലുണ്ട് കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ അങ്ങനെ നമ്മളിത് അമ്പലത്തിന് തൊഴുതിട്ട് നേരെ പെരളശ്ശേരി അമ്പലത്തിലേക്ക് പോകുന്നതാണ്. എൻ്റെ ഒരുവിധം വ്ളോഗ്സിലൊക്കെ ഈ ഒരു അമ്പലം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നാഗങ്ങൾക്ക് മുട്ട കൊടുക്കുന്ന ഒരു വഴിപാടുണ്ട് കേട്ടോ. അപ്പോൾ നാഗദോഷങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭക്തജനങ്ങൾ വന്നിട്ട് ഇവിടെ മുട്ട സമർപ്പിക്കും കേട്ടോ. ഇവിടെ തന്നെ അത് തരുവേ. അപ്പോൾ നമ്മളത് അവിടെ കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെ വളപ്പിൽ എന്തെങ്കിലും പാമ്പെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം പ്രാർത്ഥിക്കും, ഇനി എൻ്റെ കണ്ണിൽ കാണിക്കരുതേ എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇവിടെ വന്നിട്ട് ഞാൻ മുട്ട കൊടുക്കും കേട്ടോ അമ്പലത്തിൽ വന്നിട്ട്. അപ്പോൾ ഇവിടെ ദേവീൻ്റെ ഒരു കോമരുണ്ടാവും കേട്ടോ. അവിടെ ഇങ്ങനെ പ്രസാദമെല്ലാം കൊടുത്തിട്ട് പിന്നെ ഇതാ വീട്ടിലെല്ലാം എത്തിയിട്ട് കേക്കിൻ്റെ ബാക്കി പണികളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ തലേന്ന് രാത്രിയിൽ തന്നെ ഞാൻ എല്ലാ കേക്കിൻ്റെ വർക്കെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കൊല്ലം മുന്നേ എല്ലാം തേജു നന്ന കുഞ്ഞല്ലേ. അപ്പോൾ ഭയങ്കര നിർബന്ധേനു, നല്ല കാർട്ടൂൺ ടൈപ്പ് വേണം, 2 ടയർ വേണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളേനു. ഇപ്പം പിന്നെ കുറച്ച് വലുതായില്ലേ, അതുകൊണ്ട് പറയും ഇപ്രാവശ്യം എന്നോട് അമ്മക്ക് ഇഷ്ടമില്ല പോലെ ചെയ്തോ. അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു വേറെ ഓർഡർ ഉള്ളതുകൊണ്ട് രണ്ടും കൂടി ആയിട്ട് ഭയങ്കര തിരക്കേനെ. അപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്ക് എന്താ ഇഷ്ടം അതുപോലെ ചെയ്തു, എനിക്ക് അങ്ങനെ ഡിസൈനൊന്നും ഇല്ലമ്മേ, നോർമൽ കേക്ക് മതി, ടേസ്റ്റ് ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ്. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്ത് മിൽക്കി നട്ടാണ് കേട്ടോ ചെയ്തത്. വലിയ ഡിസൈനും പെർഫെക്ഷനൊന്നും ഇല്ലാണ്ട് നമുക്കാണല്ലോ, പുറത്തൊന്നും കൊടുക്കാനല്ലോ. അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒരു ഗനാശ ഒഴിച്ചിട്ട് അങ്ങനെ ഒരു കേക്കാണ് കേട്ടോ. അപ്പം ഭയങ്കര ടേസ്റ്റ് കേക്ക് ചെയ്യുന്നു കേട്ടോ. നല്ല എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല നട്ട്സ് എല്ലാം വന്നിട്ട് നല്ല സൂപ്പർ കേക്ക് ചെയ്യുന്നു കേട്ടോ. പിന്നെ ഇതാ വൈകുന്നേരമായി കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പം പിറന്നാളിന് പെങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അതിനായിട്ട് എത്തുമ്പോൾ. പിന്നെ ഇളയ പെങ്ങൾ ഹസ്ബൻഡ് ഹോസ്പിറ്റലായിട്ട്, അവരെല്ലാം ഹോസ്പിറ്റലുള്ളത്. മക്കളുണ്ട്, ഇങ്ങനെ ഉണ്ണിയും നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ മൂത്ത പെങ്ങൾ കുറച്ച് ലേറ്റ് ആയിനെ വരുമ്പം. അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം ജസ്റ്റ് കേക്ക് കട്ട് ചെയ്തു. അനിയത്തിയും ഹസ്ബൻഡും നേരെ ഓഫീസ് വിട്ടിട്ട് വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. നമ്മൾ ഇപ്രാവശ്യം ബിരിയാണി പുറത്തുനിന്ന് വാങ്ങുവാന്ന് കേട്ടോ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ എനിക്ക് തലവേദനയിലായിട്ട് കുറച്ചൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഏട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇപ്രാവശ്യം പുറത്തുനിന്ന് ആക്കാമെന്ന്. അങ്ങനെ നമ്മൾ ബിരിയാണി വാങ്ങുക ഇതിന് കേട്ടോ. അപ്പോൾ ഇതാ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മൂത്ത പെങ്ങളും മക്കളും എല്ലാവരും കൂടി റെഡിയായി കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അനിയത്തി പോയി കേട്ടോ, നേരത്തെ പോയി ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് അവരങ്ങ് പോയി. അപ്പോൾ എല്ലാവരും പോയി കേട്ടോ. ഏട്ടന് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് കേക്കും കട്ട് ചെയ്ത് ഫുഡെല്ലാം കഴിച്ചിട്ട് ഏട്ടൻ വേഗം തന്നെ പോയിട്ടുണ്ടായിനെ. അപ്പം പിറന്നാളിന് എല്ലാവരും ഒരുമിച്ച് കൂടും കേട്ടോ. നമ്മൾ കഴിയെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളേ. ഇന്നൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.